ഹലോ ഗൈസ്, ഇരുമുടിക്കെട്ടിൻ്റെ അവസാന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പൂർണ്ണത വേണമല്ലോ. അതുകൊണ്ട് ഈ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്ത് ഇത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. 4:30 കെട്ട് തുടങ്ങുമെന്നാണ് തലേ ദിവസം നമ്മൾ പോയപ്പോൾ പറഞ്ഞത്. പക്ഷേ 4:30 തുടങ്ങിയില്ല. കാരണം വേറൊന്നുമല്ല, മഴ തന്നെയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും അടുത്തുള്ളവരല്ല സ്വാമിമാർ. 46 അയ്യപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവരല്ല, ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. മഴ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളിലെ കെട്ട്, ആദ്യത്തെ കെട്ട് ചന്ദ്രുവായിരുന്നു. കന്നിസ്വാമി കെട്ടി വെച്ചിട്ടുണ്ട് കെട്ട്. കന്നിസ്വാമിയാണ് ആദ്യം കെട്ട് നിറയ്ക്കുന്നത്. അങ്ങനെ അവൻ വന്ന് ആദ്യം കെട്ട് നിറച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കെട്ടൊക്കെ കെട്ടി. അതിനുശേഷമാണ് ചന്ദ്രുവിൻ്റെ കെട്ട്. നമ്മളെ ഗുരുസ്വാമി ചന്ദ്രുവിനെ കൊണ്ട് കെട്ട് നിറപ്പിക്കുകയാണ്. ചന്ദ്രു കെട്ട് നിറച്ചതിന് ശേഷം പിന്നെ ചേട്ടനാണ് നിറച്ചത്. കാരണം എല്ലാ കെട്ടുകളും ഇങ്ങനെ അതായത് ആളുകൾ ചേർന്ന് അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റാക്കി വെച്ചത്. പിന്നെ ചേട്ടനും ഇരുമുടി കെട്ടിയതിന് ശേഷം അവർ നേരെ വീട്ടിൽ വന്നു. ഞാനും ഉണ്ടായിരുന്നു. നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പോൾ ഒരു 7-7:30 8 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ച് അവർ രണ്ടുപേരും മുന്നേ പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോണ ദൂരമേ ഉള്ളൂ. മഴയും കൂടെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്നങ്ങ് പോയി. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ അവസാനത്തെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പൂജ കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ഇരുമുടിക്കെട്ട് എടുക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ ചാരുവിന് മനസ്സിലായിട്ടുണ്ട് അച്ഛനും ചേട്ടനും എവിടെയോ പോകുവാനുള്ള പരിപാടിയാണെന്നോ എന്തോ മനസ്സിലായി. ചേട്ടൻ്റെ കയ്യിൽ തന്നെ കയറി ഒരേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇരുമുടിക്കെട്ട് കെട്ടിയ ആൾ വേറെ, ഇത് ക്ഷേത്രത്തിലെ പൂജാരിയാണ്. രണ്ടും രണ്ടാളാണ്. അങ്ങനെ തിരുമേനി ഇതേ എല്ലാ കെട്ടും പൂജിച്ച് വയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കെട്ടിങ്ങനെ പല കളർ ഇരുമുടി സഞ്ചിയൊക്കെ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിയതാണ്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും തൊഴാൻ വേണ്ടി ദീപമൊക്കെ തന്നു. അത് കഴിഞ്ഞ് കെട്ടെടുക്കുന്നുണ്ട്. ആദ്യത്തെ കെട്ടെടുത്തത് കന്നിസ്വാമിക്കാണ്. ആ കെട്ട് പോയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. തേങ്ങ അടിക്കുമ്പോൾ ആദ്യം തേങ്ങ അടിക്കുന്നതാണ് നമ്മുടെ കന്നിസ്വാമി. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കന്നിസദ്യയുടെ വീഡിയോയിലൊക്കെ കന്നിസ്വാമിയാണ് ആദ്യം കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ചന്ദ്രുവിനെ കെട്ടെടുത്തത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ വരുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം ഇരുമുടിക്കെട്ടിട്ടന്ന് രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഇരുമുടിക്കെട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അയ്യപ്പന്മാരെല്ലാവരും നേരെ ഗണപതിനടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കന്നിസ്വാമിയാണ് ആദ്യം തേങ്ങ അടിക്കുന്നത്. അയ്യപ്പന്മാരെ സ്വാമിയേ അയ്യപ്പോ ഇനി വന്നിട്ട് അടിച്ചാൽ മതി. അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണം തരണേ അയ്യപ്പ ശരണം തരണേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ കൊണ്ടുവരാം. സ്വാമിയേ ശരണം തരണേ ശബരിഗിരീശ ശബരിഗിരീശ അഴുതൈവാസ എരുമേലിവാസ അങ്ങനെ എല്ലാ അയ്യപ്പന്മാരും കെട്ടെടുത്ത് ആദ്യം ഇവിടുന്ന് ഒരു മല ഇറങ്ങുകയാണ്. ചെറിയൊരു കയറ്റത്താണ് നമ്മുടെ തമ്പുരാനുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചപ്പോൾ വീഡിയോ തുടർച്ചയായി കണ്ടുവന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് വണ്ടി വരുന്നത് അങ്ങ് റോഡിലാണ്. ഇത് നമ്മുടെ തടത്തിൻ്റെ സൈഡിലായിട്ടാണ് അമ്പലം പറഞ്ഞത്. അതുകൊണ്ട് ഇവർ 46 പേര് പോയത് വലിയ ബസ്സാണ്. ഇതാണ് ബസ്സിൻ്റെ പേരെന്താണോ എന്തോ ഞാൻ കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി. ഓരോരുത്തരെ കെട്ടായിട്ടൊക്കെ അവിടെ അതിൻ്റെ രക്ഷാധികാരികളൊക്കെ കയറി നിന്ന് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തായാലും സുഖയാത്രയും വലിയ തിരക്കൊന്നുമില്ലാതെ തന്നെ അവർ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇരുമുടിക്കെട്ട് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ചന്ദ്രുദേ സൈഡ് സീറ്റൊക്കെ പിടിച്ചങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ പമ്പാ ഗണപതി പാട്ടൊക്കെ ഇട്ട് ഒരൊറ്റ പോക്കായിരുന്നു. അപ്പോൾ അവർ പോയതാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും പോയിട്ട് വന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗമേ ഉള്ളൂ. ചേട്ടൻ പോയപ്പോൾ ബൈക്ക് ക്ഷേത്രത്തിൻ്റെ അവിടെ വച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നേരെ ബൈക്ക് കൊടുത്തോണ്ട് നമ്മുടെ സ്വാമിമാർ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്ന സ്വാമിമാർക്കും പോയിട്ട് വന്ന സ്വാമിമാർക്കും യാത്ര സുഖമായിരുന്നെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇനി പോയവർക്ക് യാത്രയൊക്കെ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.